Hi friends, welcome back to my YouTube channel Irti Family Harsha Divishan. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് വളരെ നമ്മളൊക്കെ ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കാം, പക്ഷേ അവർക്ക് ക്യാൻസർ രണ്ടാമത് തിരിച്ചു വരുന്ന ഒരു സംഭവം. രണ്ടാമത് നമുക്ക് ക്യാൻസർ 1,00,000 പേർക്കും തിരിച്ചു വരാം, പക്ഷേ എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ടെൻഷൻ അടിക്കേണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ടൈപ്പ് ക്യാൻസേഴ്സ് പെട്ടെന്ന് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. അതായത് നമ്മളിപ്പം കൊളൻ ക്യാൻസർ ഒക്കെ ആയിക്കോട്ടെ, കൊളൻ ക്യാൻസർ ഒക്കെ ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഓൾറെഡി കോളൻ ക്യാൻസർ നമുക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അത് ഒരു 2 വർഷത്തിനൊക്കെ ശേഷമാണ് ചിലപ്പോൾ അത് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടില്ല. കാരണം ഇതൊക്കെ 70% ഓക്കെയാണ്, തിരിച്ചു വരില്ല എന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുക. പക്ഷെ ചിലർക്കൊക്കെ തിരിച്ചു വരാം. തിരിച്ചു വരുന്ന ടൈമിൽ നമുക്ക് എവിടെയൊക്കെ ഇത് ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും കുറച്ച് ഒരു പറയേണ്ടതായിട്ടുണ്ട്. കാരണം അത് ചില ടൈമിൽ നമുക്ക് തിരിച്ചു വരുന്നിടത്ത് നമുക്ക് ആ ഒരു സംഭവം അവിടെ മാത്രമൊന്നായിരിക്കില്ല, ചിലയിടത്തൊക്കെ അത് വരാം. പക്ഷേ എങ്കിലും ഓക്കെയാണ്. ഞാൻ പറഞ്ഞ 70% എന്ന് പറയുന്നിടത്ത് 10 പേരെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 7 പേർക്കും തിരിച്ചു വരാൻ സാധ്യതയില്ല. ബാക്കി ഒരു 3 പേർക്ക് മാത്രമാണ് തിരിച്ചു വരാനുള്ള സാധ്യത. പിന്നെ അതുപോലെ തന്നെ ലിംഫോമ പോലെയുള്ള ക്യാൻസർ ഒക്കെ ആണെങ്കിൽ അത് ഓൾറെഡി നമുക്കൊരു 2 വർഷത്തിനൊക്കെ ശേഷം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യമാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ പോലും എന്നോട് തന്നെ എൻ്റെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് 5 വർഷത്തിനുള്ളിൽ അത് നമുക്ക് ചിലപ്പോൾ തിരിച്ചു വരാം, ചിലപ്പം വരാതിരിക്കാം. കാരണം തിരിച്ചു വരും എന്ന് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് തിരിച്ചു വരുന്ന ഒരു ടൈമിൽ നമുക്കത് ചിലപ്പോൾ പല ഭാഗങ്ങളിലേക്കൊക്കെ ആയിരിക്കാം. പക്ഷെ അതങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഒത്തിരി കാലം നമുക്കത് ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് ഇതൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുടലിലെ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞാൽ പറഞ്ഞ 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് കുറച്ചിൻ്റെ റിസ്ക് മാറ്റുന്നുണ്ട്. കാരണം തിരിച്ചു വരുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ കുടലിലുള്ള ഒരു സ്ഥലത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് വരാം. ചിലപ്പോൾ അത് വരുന്നിടത്ത് നമുക്ക് കരളിലുണ്ടാകാം, പിന്നെ ചിലപ്പോൾ നമുക്ക് ശ്വാസകോശത്തിലുണ്ടാകാം. പല ഭാഗങ്ങളിലേക്കായിരിക്കും നമുക്കിത് സ്പ്രെഡ് ആകാം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ 2 വർഷത്തിനൊക്കെ ശേഷമാണ് വരുന്നെങ്കിൽ നമ്മുടെ ശരീരം അതുമായിട്ട് കുറച്ചുകൂടെ പൊരുത്തപ്പെട്ടു. കാരണം പെട്ടെന്ന് തിരിച്ചു വരുന്ന ഏത് ക്യാൻസറും നമ്മുടെ ആ ട്രീറ്റ്മെന്റ് ശരിക്കും ഭരിച്ചില്ല എന്ന് തന്നെയാണ് അതിനകത്തെ ഒരു വസ്തുത. അതുകൊണ്ട് നമ്മുടെ ഈ ക്യാൻസർ നമുക്ക് തിരിച്ചു വരുമോ അല്ലെ വരാതിരിക്കേണ്ട പ്രിക്കോഷൻസ് എടുക്കുക ഇതൊന്നുമില്ല. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ട്രീറ്റ്മെന്റ് ചെയ്യുക, നമ്മൾ ഹാപ്പിയായിട്ടിരിക്കുക. തിരിച്ചു വന്നാൽ നമുക്ക് ഓൾറെഡി നമ്മളൊക്കെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഈ ക്യാൻസർ ഉള്ള എല്ലാവരും, ക്യാൻസർ ഫൈറ്റേഴ്സ് എല്ലാവരും ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി എന്നാ പറയുക ആകേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം അത് അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥകളൊക്കെ. കാരണം നമ്മളൊക്കെ ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, എല്ലാത്തിനും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക് വർഷങ്ങളോളം നമുക്ക് മുമ്പോട്ട് ജീവിക്കാം. പിന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇച്ചിരി ഭാരിച്ചതാണ്, ചിലവേറിയതാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സ് നമ്മൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഏത് രോഗത്തെ ഈ രോഗം എന്നല്ല, ഏത് രോഗവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, എല്ലാവരും ഒക്കെ ആയിട്ടിരിക്കുക.